Find the Fourier sine series of f of x equal to x cos x in 0 less than or equal to x less than or equal to pi. So Fourier sine series എന്ന് പറയുമ്പോൾ നമുക്കറിയാം it is f of x is equal to sigma n is equal to 1 to infinity bn sin n pi x by l. Now ഇവിടെ നമുക്ക് L ആണ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. L ഓൾറെഡി നമുക്കറിയാം L ഈസ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ ഇൻ്റർവൽ. അപ്പോൾ 0 to pi ആണ്, 0 to L ആണ് നമ്മുടെ ഹാഫ് റേഞ്ച് സൈൻ സീരീസിൻ്റെ ഇൻ്റർവൽ. ഫൊറിയർ സൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ 0 to pi എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റാണ് നമ്മുടെ L. സോ L ഈസ് ഈക്വൽ ടു ദ അപ്പർ ലിമിറ്റ്. അപ്പോൾ നമ്മുടെ ലിമിറ്റ് ഇവിടെ L ഈസ് ഈക്വൽ ടു pi ആണ്. ഇനി നമുക്ക് എ നോട്ട് കണ്ടുപിടിക്കാം. എ നോട്ടല്ല, ഇവിടെ നമുക്ക് ബി എൻ മാത്രം മതി. ഇത് ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ആണ്. സോ ബി എൻ കണ്ടുപിടിക്കാം. ഫോർമുല ഫോർ ബി എൻ ഈസ് 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്നാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ എൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/π ഇൻ്റഗ്രൽ 0 to pi എഫ് ഓഫ് എക്സ് എന്താ തന്നിരിക്കുക? എക്സ് കോസ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ പൈ ഡി എക്സ് ആണ് അല്ലേ. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to pi എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു സൈൻ പൈയും ക്യാൻസലായി പോയിട്ട് നമുക്കിവിടെ സൈൻ എൻ എക്സ് ഡി എക്സ് എന്ന് വരും. ഇനി ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ യു വി റൂളാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. പക്ഷേ ഇവിടെ ഇൻ്റഗ്രൽ സൈനിനുള്ളിൽ 3 ഫങ്ഷൻസ് ഉണ്ട്: എക്സ് കോസ് എക്സ് സൈൻ എൻ എക്സ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ ട്രിഗ്നോമെട്രിക് റിലേഷൻ വെച്ച് സിംഗിൾ ടേം ആക്കി മാറ്റണം. അപ്പോൾ ഏത് റിലേഷനാണ് നമുക്കിവിടെ യൂസ് ചെയ്യുക? അപ്പം ഞാനതിനെ ഒന്നും കൂടെ അറേഞ്ച് ചെയ്ത് എൻ വരുന്ന ടേം ഫസ്റ്റ് എഴുതുവാണ്. സാധാരണ നമ്മളങ്ങനെ എഴുതാറുണ്ട്, അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും സൈൻ വരുന്ന ടേം എൻ വരുന്ന ടേം ഫസ്റ്റ് എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് 2/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi എക്സ് ഇൻറ്റു സൈൻ എ കോസ് ബി. നമുക്കറിയാവുന്ന ഫോർമുല എന്താണ്? 2 sin a cos b is equal to sin a plus b plus sin a minus b. സോ ഈ ഫോർമുല നമുക്കിവിടെ യൂസ് ചെയ്യാം. ദാറ്റ് ഇസ് എക്സ് ഇൻറ്റു സൈൻ എ പ്ലസ് ബി, അതായത് എയുടെ പ്ലേസിൽ എൻ എക്സ്, ബിയുടെ പ്ലേസിൽ എക്സ്. അപ്പോൾ 2 എന്ന് ഇല്ലാത്തതുകൊണ്ട് 1/2 ഇടണം. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എൻ എക്സ് പ്ലസ് എക്സ് പ്ലസ് സൈൻ എ മൈനസ് ബി എസ് സൈൻ എൻ എക്സ് മൈനസ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/π ഇൻ്റഗ്രൽ 0 to pi. ആ 2 കൂടെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഉള്ളിലപ്പോൾ നമുക്ക് എക്സ് ഇൻറ്റു ഈ സൈൻ എൻ എക്സ് പ്ലസ് എക്സിനെ നമുക്ക് സൈൻ എൻ പ്ലസ് 1 എക്സ് എന്ന് എഴുതാമല്ലോ. അതുപോലെ രണ്ടാമത്തെ ടേമിനെ സൈൻ എൻ എക്സ് മൈനസ് എക്സിനെ എൻ മൈനസ് 1 ഇൻറ്റു എക്സ് ഡി എക്സ് എന്ന് എഴുതും. ഇനി നമുക്ക് ഓരോ ടേമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 2 ക്യാൻസലാവും. അപ്പോൾ നമുക്കിവിടെ 1/π ഇൻ്റഗ്രൽ 0 to pi. ഫസ്റ്റ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഇൻറ്റു സൈൻ എൻ പ്ലസ് 1 എക്സ് ഡി എക്സ് ഫസ്റ്റ് ഇൻ്റഗ്രൽ. അതേപോലെ അടുത്ത ഇൻ്റഗ്രലും ഇൻ്റഗ്രൽ 0 to pi എക്സിനെ അടുത്ത ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു സൈൻ എൻ മൈനസ് 1 എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഓരോ ഇൻ്റഗ്രേഷനും ചെയ്യാം. എക്സ് ഇൻറ്റു സൈൻ എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു യൂസ് യു വി റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ്, അതായത് എക്സ് ഇൻറ്റു സൈൻ എൻ പ്ലസ് 1 എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ പ്ലസ് 1 എക്സ് divided by n plus 1 and that is in the limit 0 to pi minus xൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു രണ്ടാമത്തെ ടേമിൻ്റെ ഇൻ്റഗ്രൽ ദാറ്റ് ഇസ് മൈനസ് 1/n plus 1 ഇൻറ്റു കോസ് n plus 1ൻ്റെ ഇൻ്റഗ്രൽ സൈൻ n plus 1 എക്സ് ഡിവൈഡഡ് ബൈ n plus 1. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഇൻ്റഗ്രേഷൻ. നൗ ഇനി രണ്ടാമത്തെ ടേമിന് ഇൻ്റഗ്രേറ്റീവ് ഈ ടേമിനെ സിമിലറായിട്ട് തന്നെ ചെയ്യാം. പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇവിടെ എക്സ് ആണ്. എക്സ് ഇൻറ്റു സൈൻ എൻ മൈനസ് 1ൻ്റെ ഇത് മൈനസ് കോസ് എൻ മൈനസ് 1 എക്സ് ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1 ഇൻറ്റു ലിമിറ്റ് കൊടുക്കുക 0 to pi
മൈനസ് കൊടുക്കുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് 1 ഇൻറ്റു ഇവിടെ -1/n-1 ഇൻറ്റു cos n-1 x ഇത് sin n-1 x ഡിവൈഡഡ് ബൈ n-1. അതായത് നമ്മൾ ഈ ടേമിന് ചെയ്തതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ടേമിനെയും ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. c = 1/π. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ കോൺസ്റ്റൻ്റൊക്കെ ഒന്ന് വെളിയിൽ എടുക്കണം. -1/n+1 ഔട്ട് സൈഡ് എടുത്താൽ ഇൻസൈഡ് നമുക്ക് x ഇൻറ്റു കോസ് n+1 x വിത്തിൻ ദ ലിമിറ്റ് 0 to π വരും. സെക്കൻഡ് ടേമിൽ നിന്ന് നമുക്ക് സെക്കൻഡ് ടേം വേണമെങ്കിൽ നോക്കുക. sin n+1 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ sin n+1 π വരും. sin nπ 0 ആണ്. സോ sin n+1 π വന്നാലും ഇത് 0 ആണ്. അതുപോലെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പം sin 0 ആണ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ടേം മുഴുവനായിട്ട് 0 ആയി മാറും. അതുപോലെ ഈ ഫോർത്ത് ടേമിലും അങ്ങനെ തന്നെയാണ്. sin n-1 π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ sin n-1 π 0. sin nπ 0 എന്ന് നമുക്കറിയാം. sin n-1 πയും 0 ആണ്. sin 0യും 0 ആണ്. അപ്പോൾ ഈ ടേമും 0 ആവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഈ ഒരു ടേമും കൂടിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളൂ, ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ നിന്നും ടേം ഔട്ട് സൈഡ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് പ്ലസ് ആണ് സൈൻ. -1/n-1 ഔട്ട് സൈഡ് എടുക്കാം. x ഇൻറ്റു കോസ് n-1 x വിതിൻ ദ ലിമിറ്റ് 0 to π എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1/π ഇൻറ്റു -1/n+1. ഇവിടെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് പൈ കൊടുക്കുക. പൈ ഇൻറ്റു കോസ് n+1 π. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു ഇപ്പോൾ 0 ഇൻറ്റു വരും. അപ്പോൾ 0 എന്ന് വരും. നെക്സ്റ്റ് ടേം -1/n+1 n-1 ആണ്. സോറി, സെക്കൻഡ് ടേം വരുമ്പോൾ n-1 ആണ്. -1/n-1 ഇൻറ്റു ഇവിടെ നമ്മൾ പൈ അപ്ലൈ ചെയ്യാം. പൈ ഇൻറ്റു കോസ് n-1 π. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 വരും. ഈ കമ്പൈനിങ് ഓൾ ദ ടേംസ് 1/π -1/n+1 ഇൻറ്റു പൈ. കോസ് n+1 π എന്താ? -1/n+1. കോസ് nπ ഈസ് -1/n. അപ്പോൾ കോസ് n+1 π ഈസ് -1/n+1 പ്ലസ് അടുത്ത ടേം -1/n-1 ഇൻറ്റു പൈ ഇൻറ്റു കോസ് n-1 പൈയും അതേപോലെ തന്നെ -1/n-1 എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഈ പൈ വേണേൽ രണ്ട് ടേമിലും കോമൺ. സോ വിൽ ടേക്ക് പൈ ഔട്ട് സൈഡ്. ആ പൈയും ഈ പൈയും കൂടെ വെട്ടിപ്പോവും. സോ വാട്ട് ഈസ് റിമൈനിങ് ഈസ് -1/n+1 ഇൻറ്റു -1/n+1. ഇവിടെ നമുക്ക് -1/n-1 ഇൻറ്റു -1/n-1. ഇതിനെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ സിമ്പിൾ ഫോമിലേക്ക് -1/n ഔട്ട് സൈഡ് എടുത്ത് LCM കണ്ട് എഴുതാം. പക്ഷെ തൽക്കാലം നമുക്ക് ഈ ഒരു റിസൾട്ടിൽ നിർത്താം. സിംപ്ലിഫിക്കേഷന് ചില കേസുകളിൽ മാത്രം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ശരിക്കും നമുക്ക് സിംപ്ലിഫിക്കേഷന് വലിയ മാർക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വരെ നിർത്താം. ഇനി അടുത്ത നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ BN മാത്രം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ വരുമ്പോൾ നമ്മൾ BN നോക്കുക. BN എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്കറിയാം BN എന്ന് പറഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ വാല്യൂ ഓഫ് B1, B2, B3 അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ n = 1 വരിക. B1 എന്ന് പറയുമ്പോൾ എന്നിന് നമ്മളിവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസറിൽ എന്നിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/1 - 1 എന്ന് പറയും. അതായത് 1/0 എന്ന രീതിയിൽ ആൻസർ വരും. അത് ഡിഫൈൻഡ് അല്ല. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന BNൻ്റെ ഈ ജനറൽ എക്സ്പ്രഷൻ B1 മാത്രം ബാധകമല്ല. സോ ഇറ്റ് cannot be used. This general formula for BN cannot be used for B1 because when you substitute n = 1 this becomes undefined. So you have to find out B1 separately. അപ്പോൾ നമ്മൾ B1 സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. നമ്മുടെ BNൻ്റെ ഫോർമുല എന്തായിരുന്നു? 2/π ഇൻ്റഗ്രൽ 0 to π f of x എന്ന് പറഞ്ഞാൽ x cos x ഇൻറ്റു sin nπx/π എന്ന് പറയുമ്പോൾ nx dx ആയിരുന്നല്ലോ നമ്മുടെ BNൻ്റെ ഫോർമുല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എഴുതിയിട്ടുണ്ട് BNൻ്റെ ഫോർമുല. പക്ഷേ ഇവിടെ നമുക്ക് B1 കണ്ടുപിടിക്കുമ്പോൾ എന്നിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2/π ഇൻ്റഗ്രൽ 0 to π x cos x sin nπx ആണ് കേട്ടോ. sin nπx. അപ്പോൾ എന്നിന് 1 എന്ന് കൊടുക്കുമ്പോൾ നമുക്കവിടെ sin πx dx എന്ന് വരും.
ഓക്കെ, സോ നമ്മുടെ ഇക്വേഷൻ ജസ്റ്റ് ഇത്രയും ചേഞ്ച് ചെയ്തു. സോറി, സൈൻ എൻ പൈ നമ്മൾ ക്യാൻസൽ ചെയ്തായിരുന്നു, സോറി. സോ ആക്ച്വലി നമ്മൾ സൈൻ എൻ എക്സ് തന്നെയായിരുന്നു, സൈൻ എൻ എക്സ് ഡി എക്സ് ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്കിവിടെ സൈൻ എക്സ് ഡി എക്സ് എന്ന് വരും. ഓക്കെ, സോ നമുക്കിവിടെ ഇക്വേഷൻ ഒന്നുകൂടെ നിങ്ങൾ നോക്കുക. ഇൻ്റഗ്രൽ 0 to π എക്സ് കോസ് എക്സ്. ഇവിടെ നമുക്ക് ഇൻ്റഗ്രേഷൻ യു വി റൂൾ ഉപയോഗിക്കണമെങ്കിൽ ഈ 2 ടേമിനും കൂടെ ഒരുമിച്ച് ചെറുതാക്കിയിടാം. അത് സൈൻ എ കോസ് എ, 2 സൈൻ എ കോസ് എ നിങ്ങൾക്കറിയാം. 2 സൈൻ എ കോസ് എ ഈസ് സൈൻ 2a. അപ്പോൾ ആ ഒരു ഫോമുലയാണ് ഇപ്പോൾ ഇവിടെ 2 സൈൻ എക്സ് കോസ് എക്സ്, അതായത് സൈൻ 2x ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഇൻറ്റു സൈൻ 2x ഡിവൈഡഡ് ബൈ 2, 1/2 ഇൻറ്റു സൈൻ 2x dx. നമ്മുടെ ഫോർമുല ഇതാണ്, 2 സൈൻ എക്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ 2x. ഓക്കെ, ആ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഇനി 2 വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം. ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 2 ഉം 2 ഉം ക്യാൻസൽ ആവും. 1/π ഇൻ്റഗ്രൽ 0 to π x into sin 2x dx. Here we again apply UV rule. 1/π into first function x into sin 2x ൻ്റെ ഇൻ്റഗ്രൽ minus 2x divided by 2 within the limit 0 to π. Then minus derivative of x 1 into minus 1/2 into cos 2x ൻ്റെ sin 2x divided by 2 within the limit 0 to π. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/π ഇൻറ്റു മൈനസ് 1/2 ഔട്ട് സൈഡ് എടുക്കാം. എക്സിന് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ പൈ ഇൻറ്റു കോസ് 2π വരും. മൈനസ് എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 വരും. ഇനി സെക്കൻഡ് ടേമിൽ നമ്മൾ ജസ്റ്റ് നോക്കുക. സൈൻ വരുന്ന മിക്ക ഫംഗ്ഷനിലും സൈൻ 2π ആണ് അപ്പർ ലിമിറ്റ്, സൈൻ 2π 0 ആണ്, സൈൻ n π 0 ആണല്ലോ. അതുപോലെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 0 0 വരും. അതുകൊണ്ട് ഈ ഹോൾ ടേം 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈനസ് 1/2π ഇൻറ്റു ഇവിടെ ഒരു പൈ ഉണ്ട്. കോസ് 2π എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. കോസ് n π ഇസ് -1/n, കോസ് 2π എന്ന് പറയുമ്പോൾ ഈവൻ ആണ്, അപ്പോൾ 1 വരും. അപ്പോൾ സോ ദ ആൻസർ ഈസ് -1/2. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഈ പ്രോബ്ലത്തിന് പ്രത്യേകത അനുസരിച്ച് n=1 ഡിഫൈൻഡ് അല്ലാത്തതുകൊണ്ട് B1 നമുക്ക് -1/2 എന്ന് കിട്ടി. BN നമുക്ക് എന്താ കിട്ടിയത്? BN ഈസ് ഈക്വൽ ടു നമ്മുടെ BNൻ്റെ ആൻസർ -1/n + 1 ഇൻറ്റു -1/n + 1 -1/n - 1 ഇൻറ്റു -1/n - 1. അപ്പോൾ നമുക്കത് അവിടെ പർട്ടിക്കുലർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് f(x) ഈസ് ഈക്വൽ ടു BN എന്നുള്ളതിന് പകരം നമ്മളതിനെ സിഗ്മ n = 1 to ∞ ആണല്ലോ. n വരുമ്പം B1 സൈൻ nx വരും. അപ്പോൾ സൈൻ 1x വരും. ബാക്കി സിഗ്മ n ഈസ് ഈക്വൽ ടു 2 to ∞ വരും. 2 to ∞ BN സൈൻ nx വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ BN-ഉം B1-ഉം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസറായി. ഓക്കെ, താങ്ക് യു.